മഞ്ചേശ്വരം ഓർക്കാടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാതാവിനെ മകൻ തീ കൊളുത്തിക്കൊന്നു. അയൽവാസിയായ യുവതിയെ വിളിച്ചു വരുത്തിയും ഇയാൾ ഇതേ രീതിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നാടിൽ നടക്കിയ ക്രൂരകൃത്യത്തിന് ശേഷം യുവാവ് ഒളിവിൽ പോയി. ഓർക്കാടി നല്ലങ്കിയിലെ പരേതനായ ലൂയിസ് മൊന്തേരോയുടെ ഭാര്യ ഹിൽഡ മൊന്തേരോ എന്ന 60-കാരിയെയാണ് മകൻ മെൽവിൻ മൊന്തേരോ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ഇവരുടെ അയൽവാസിയും ബന്ധുവുമായ വിക്ടറിന്റെ ഭാര്യ ലൊലിറ്റ എന്ന 30-കാരിയെയും ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മെൽവിനെ കണ്ടെത്താനായി മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വ്യാഴാഴ്ച പുലർച്ചെയാണ് നാടിന് നടക്കിയ ക്രൂരകൃത്യം പുറത്തറിഞ്ഞത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മെൽവിനും മാതാവ് ഹിൽഡയും മാത്രമാണ് വീട്ടിൽ താമസം. മറ്റൊരു മകൻ വിദേശത്താണ്. ബുധനാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന മാതാവ് ഹിൽഡയെ മകൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത്. പിന്നീട് വ്യാഴാഴ്ച പുലർച്ചെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ബന്ധുവായ ലൊലിറ്റയെ വിളിച്ചു വരുത്തിയ മെൽവിൻ ഇവർ വീടിനകത്ത് കയറിയ ഉടൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നുവെന്നുമാണ് വിവരം. ലൊലിറ്റയുടെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടിയെത്തിയപ്പോഴാണ് പൈശാചികമായ സംഭവം പുറത്തറിഞ്ഞത്. സാരമായി പൊള്ളലേറ്റ ലൊലിറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട മെൽവിൻ ബസ്സിൽ കയറി മംഗളൂരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. സംഭവം അറിഞ്ഞയുടൻ മഞ്ചേശ്വരം പോലീസ് ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ചുറ്റുപാടുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഹിൽഡ മൊന്തേരോയുടെ മൃതദേഹം സമീപത്തെ കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയത്. പിന്നാലെ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി IPSും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിക്കാണ് ഈ സംഭവം ഇവിടെ നടന്നതെന്ന് സംശയിക്കുന്നത്. രാത്രി കൃത്യം ചെയ്ത ശേഷം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള ബന്ധുവിനെ വീട്ടിലേക്ക് വിളിക്കുകയും അമ്മയ്ക്ക് സുഖമില്ല, നീ ഒന്ന് വരണേന്ന് വിളിച്ചപ്പോൾ അവർ പുലർച്ചെ ഇവിടെ വന്ന സമയത്ത് അവർ ആ സുഹൃത്ത് തൊട്ടടുത്ത സ്ത്രീയെയും വീട്ടിനകത്ത് കയറ്റി അവരെ ആക്രമിക്കുകയും അവർക്ക് തീ കൊളുത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അവർ ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി രക്ഷപ്പെട്ടതുകൊണ്ട് പുറം ലോകം ഈ സംഭവം അറിയുന്നതാണ്. ഈ സംഭവം ചെയ്ത ശേഷം ഇദ്ദേഹം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ മംഗലാപുരം ഭാഗത്തെ കർണാടക ഭാഗത്ത് പോയി സംശയിക്കുന്നുണ്ട്. മൊബൈലിപ്പോൾ നിലവിൽ മൊബൈലിന് ട്രേസ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയാണ്. എന്തിന് ഈ കൃത്യം ചെയ്തെന്ന് അറിയില്ല. ഒരു മദ്യപാനി കൂടിയാണ്, മാത്രമല്ല കൂലിപ്പണിക്ക് പോകുന്ന ഒരു പയ്യനാണ്. കൊലപാതക കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും നിർമ്മാണ തൊഴിലാളിയായ മെൽവിൻ സ്ഥിരം മദ്യപാനിയും ലഹരിക്കടിമയാണെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ വള.